ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ദിവസമായി ഞായറാഴ്ചയോർത്ത് നമുക്ക് നന്ദി പറയാം. ലോകമെമ്പാട് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ എല്ലാ ജനങ്ങളും വിശുദ്ധ കുർബാനയിലേക്ക് ഇന്ന് കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ മുൻപിലെ കരുണയോടെ എല്ലാ മക്കൾക്കും വേണ്ടി യാചനകൾ അർപ്പിക്കുകയും ചെയ്യാം. കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ തന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 36-ാം അധ്യായം വലിയൊരു പ്രാർത്ഥനയാണ്. ദൈവജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അവിടെ 19-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്: അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ, അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും. വലിയൊരു പ്രാർത്ഥനയാണ്. ദൈവജനം പ്രാർത്ഥിക്കുകയാണ്: കർത്താവെ, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണം, അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും. കർത്താവിന്റെ അത്ഭുതകരമായ സൃഷ്ടികളാണ് നമ്മൾ ഓരോരുത്തരും. ഈശോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതകരമായ വിസ്മരണീയമായ പ്രവൃത്തികൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ലോകത്തിൽ ഓരോ മക്കളും ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളും ദൈവത്തിന്റെ വലിയ സാക്ഷ്യങ്ങളുമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് അതാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മളെ കാണിച്ചു തരിക. ദൈവത്തോടടുത്ത് നടക്കുന്നവരെല്ലാം ദൈവത്തിന്റെ കയ്യിൽ അത്ഭുതങ്ങളായി മാറുകയാണ്. പ്രവാചക ഗ്രന്ഥങ്ങളിലുടനീളം നമ്മളത് കാണുന്നുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത ജീവിതങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രഭാതത്തിന്റെ കർത്താവിന് പ്രാർത്ഥിക്കുകയാണ്: ഈശോയെ, നിന്റെ കയ്യിലെ അത്ഭുതങ്ങളായി മാറി അനേകരെ നിന്റെ സ്നേഹത്തിലേക്ക് അനയിക്കാനുള്ള വലിയ കൃപ, അത്ഭുതങ്ങളുടെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.